പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനും നിത്യനുമായ സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവായ യേശുനാഥ, ഞങ്ങൾക്കിന്നൊരു പകൽക്കാലം തന്ന് അനുഗ്രഹിച്ച കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെയും ഞങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാവരെയും അവിടങ്ങളിൽ ദൈവകൃപയിൽ പൊതിഞ്ഞ് പരിപാലിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്കിന്ന് തന്ന സകല നന്മകളെയും ഓർക്കുന്നപ്പാ. ഒരാപത്തോ അനർത്ഥങ്ങളോ ഞങ്ങളെ ആരെയും തൊടുവാൻ ഇടയാക്കാതെ അവിടുത്തെ കരുതലാൽ ഞങ്ങളെ പരിപാലിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളിതാ ഉറങ്ങാൻ പോകുന്നു. ഞങ്ങൾക്ക് സുഖനിദ്ര തന്ന് അനുഗ്രഹിക്കണമേ. ഒരു ദുർസ്വപ്നങ്ങൾ കാണുവാൻ ഇടയാക്കല്ലേ അപ്പാ. ഒരു അന്ധകാര ശക്തികളോ ഒരു പൈശാചിക തന്ത്രങ്ങളോ ഒരു വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഞങ്ങളിൽ ആരിലും അടുത്തു വരുവാനോ ഉപദ്രവിപ്പാനോ ഇടയാക്കാതെ അവിടുത്തെ കരുതലും കൃപയാലും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഒരു കള്ളന്മാരോ ഒരു അക്രമികളോ ഞങ്ങളുടെ കാമ്പൗണ്ടുകളിലോ ഭവനങ്ങളിലോ കടന്നു വരുവാനോ നോട്ടം വയ്ക്കുവാനോ ഇടയാക്കാതെ വണ്ണം അവിടുത്തെ മാലാഖമാരാൽ കോട്ട കെട്ടി സംരക്ഷണം തരണമേ അപ്പാ. ഈ രാത്രിയിൽ ഞങ്ങളെ ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ. ഇന്ന് ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള സകല പാപങ്ങളും അവിടുന്ന് പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. കർത്താവേ, അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകി ജലം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ നാഥ. കർത്താവേ, ഇന്ന് ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കർത്താവേ, ആകയാൽ പിതാവിൻ്റെ പക്കൽ ഇന്ന് ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. നമുക്കൊരു തിരുവചനം വായിക്കാം. വായിക്കുന്ന വചനം കിടക്കയിലിരുന്ന് 5 മിനിറ്റ് ധ്യാനിച്ചിട്ട് 4 ചുറ്റും കുരിശടയാളം വരച്ച്, നെറ്റിയിലും കുരിശടയാളം 3 തവണ കുരിശടയാളം വരച്ച്, യൂദന്മാരുടെ രാജാവായ നസ്രായേൽക്കാരനായ ഈശോയെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് കിടക്കയിലിരുന്ന് ധ്യാനിച്ചിട്ട് കിടക്കാം. വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും 121 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രിയ സഹോദരങ്ങളെ, നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് കിടക്കാം. ആമേൻ.